യോഗ്യതകൾ മറികടന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വീണ്ടും നിയമനങ്ങൾ. SIET ഡയറക്ടർ തസ്തികയിലേക്ക് ലാബ് അസിസ്റ്റന്റായ ആളെ നിയമിച്ചു. സിമാറ്റിൽ യോഗ്യത മറികടന്ന് വിരമിച്ച അധ്യാപകനെ നിയമിക്കാനും നീക്കം. മീഡിയ 1 എക്സ്ക്ലൂസീവ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഉന്നത പദവികളിലേക്കുള്ള നിയമനങ്ങളാണ് വിവാദത്തിലാകുന്നത്. അടിസ്ഥാന യോഗ്യതകൾ മറികടന്നാണ് പല നിയമനങ്ങളും. വകുപ്പിന് കീഴിലെ പാഠഭാഗങ്ങളുടെ ഡിജിറ്റലൈസേഷൻ ചുമതലയുള്ള SIET ഡയറക്ടർ നിയമനമാണ് പുതിയ വിവാദം. അധ്യാപക യോഗ്യതകൾ മറികടന്ന് പോളിടെക്നിക് ലാബ് അസിസ്റ്റന്റിനെയാണ് ഡയറക്ടർ പദവിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. വെച്ചിച്ചിറ പോളിടെക്നിക്കിലെ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലുള്ള T. സിബി മുഹമ്മദിനാണ് നിയമനം നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ രംഗത്ത് പരിജ്ഞാനമുള്ള അധ്യാപകൻ വഹിച്ച പദവിയിലേക്കാണ് ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്നത് SIET ആണ്. സമാനമായ രീതിയിലാണ് സിമാറ്റിലും നിയമന നീക്കം നടക്കുന്നത്. ഡോക്ടറേറ്റും അഡ്മിനിസ്ട്രേറ്റീവ് പരിചയവും മറികടന്ന് ഡയറക്ടർ നിയമനം നടത്താനാണ് നീക്കം. സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപക യോഗ്യത മാത്രമുള്ള ആളെ പദവിയിലേക്ക് നിയോഗിക്കാനാണ് തിരക്കിട്ട നീക്കം നടക്കുന്നത്. ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ മുതൽ DEOമാർ, AEOമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ തുടങ്ങിയ പദവിയിലുള്ളവർക്ക് പരിശീലനം നൽകുന്നത് സിമാറ്റ് ഡയറക്ടറാണ്. ഇവിടേക്കാണ് വെറും അധ്യാപക പരിചയം മാത്രമുള്ള ആളെ നിയമിക്കാനുള്ള നീക്കം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ പ്രധാന വിഭാഗമായ SSKയുടെ പ്രൊജക്ട് ഡയറക്ടറായി 10 വർഷം മുമ്പ് വിരമിച്ച ഉദ്യോഗസ്ഥനെ നിയമിച്ചത് വിവാദമായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.